മൂവിക്ക് പോകാൻ ചാടി ഒന്ന് നോക്കുമ്പോൾ ഇത് നമ്മുടെ ഡ്യൂക്കിൽ ആണി കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനുഷ്യന്റെ മൂഡ് പോയി ഡിപ്രഷനായി നേരെ പോയിട്ട് മന്തി അടിച്ച് വെട്ടി വിഴുങ്ങി കേട്ടോ, ഒന്നും നോക്കിയില്ല. ഹായ് ഗൈസ്, ഇപ്പൊ ചത്തപ്പച്ച എന്ന് പറയുന്നല്ലേ MMA ഇടിപ്പടം കാണാനായിട്ടാണ് പോകുന്നത്. ക്യാമിയോ റോളായിട്ട് നമ്മുടെ ഫേവറേറ്റ് നടന്മാരൊക്കെ വരുന്നുണ്ട് പറയുന്നത്. സോ എക്സൈറ്റഡ് പോയി നോക്കാം. നേരെ നമ്മൾ ആലുവയിലുള്ള മാറാ തിയേറ്ററിലോട്ട് പോയി ചത്തപ്പച്ച ഇടിപ്പടാണ് നമ്മുടെ കൊച്ചിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത്. ഇത്രയും കാലം കൊച്ചി കിടന്ന് കളിക്കണം, നമ്മളത് കണ്ടെന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് കുറച്ച് മൂഡൊക്കെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ നോക്കിയത് പ്രൈസ് ലിസ്റ്റ് ഹാവു. സമൂസക്ക് ഇവിടെ 15 രൂപയുള്ളൂ, സാധാരണ 10-50 രൂപയാണ് വരുന്നത്. അന്നേരം വെള്ളവും മേടിച്ചൊരു സമൂസയും മേടിച്ചൊരു കോഫി മേടിച്ചു. കോഫിക്ക് 30 രൂപ. എന്റെ പൊന്നടാവേ 3 കോഫി വാങ്ങാലോ. എല്ലാ പടം ഫസ്റ്റ് ഷോ കാണുന്ന ഞാൻ 2-3 മാസമായിട്ട് കുറച്ച് കാര്യങ്ങളും ബിസിനസ് ഒക്കെ ആയിട്ട് കുറച്ച് പൊളിഞ്ഞിരിക്കുന്ന അവസാനം. എന്നാൽ കുറച്ച് കാലത്തിന് ശേഷം പടം കണ്ട് കൊള്ളാം, കുഴപ്പമില്ല. പടം ഓക്കെ, വലിയ കുഴപ്പമില്ല. MMA ഫൈറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പോയി നോക്കാം. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആക്ടർ അവസാനം ക്ലൈമാക്സ് വരുന്നത് ആരാന്ന് അറിയുന്ന ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. എന്നാലും രണ്ടും കൽപ്പിച്ച് നല്ല വിശപ്പാണ്, ഒറ്റ നോക്കിയില്ല. നേരെ പോയി മന്തി അടിച്ച് മയോണൈസ് ഒന്നും കൂട്ടില്ല, ഓൺലി പ്രോട്ടീൻ. അത് കഴിഞ്ഞ് നമ്മൾ വെട്ടി വിഴുങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് ഓക്കെ ആയി. 184 രൂപ എന്നൊക്കെ പറഞ്ഞ് പോയത് ബില്ല് വന്നപ്പോൾ 230 രൂപയായി. സീനൊന്നുമില്ല, നമ്മൾ ഹാപ്പിയാണ്. അതിന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാവ അപ്പാപ്പനെ കണ്ടത്. ഞാൻ വീണ്ടും ഇമോഷണലായി. എന്താ കാര്യം എന്ന് ചോദിച്ചു. പൈസ വേണമാ? ചോറ് ഉച്ചക്ക് ടൈം 1 മണി ആച്ച്. എന്നാലും ചായയും വെള്ളവും എല്ലാം വാങ്ങിക്കൊടുത്തു. പക്ഷെ പുള്ളിക്ക് പൈസയും ചായ ഒന്നും വേണ്ട, കുറച്ച് ചോറ് വേണമെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ 1 മണി വെളുപ്പിന് 2 മണിക്ക് എവിടെ നിന്ന് വാങ്ങിക്കൊടുക്കണം, നാളെ വാങ്ങിത്തരാന്ന് പറഞ്ഞു. ഒരു തമിഴുകാരനാണ്, പുള്ളിക്ക് എന്തോ ചെറിയ വയ്യാത്ത അവസ്ഥയാണ്, ആരൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ട് മെഡിക്കൽ ആശുപത്രി. അപ്പോൾ അടുത്ത ദിവസം പുള്ളിക്ക് ഒരു ചോറ് വാങ്ങിക്കൊടുക്കാം കേട്ടോ. അപ്പം എന്നാലും ഡ്യൂക്കിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ആനയാണ് ഈ വണ്ടിയിരിക്കുന്നത്. ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ നാളെയും കാണിച്ചിട്ട് പുള്ളിനും പോയിട്ട് ഹാപ്പി ആക്കണം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ. ഓക്കെ, ബൈ.